So we can conclude that most of the particles are more positively charged and most of the mass of the atom has densely concentrated center. This center he called the mass nucleus, and this nucleus was surrounded by electrons moving in a very high speed circular path called orbits, and electrons and the nucleus head together in an electrostatic force of attraction. ഈ ഇലക്ട്രോണും ന്യൂക്ലിയസിനും തമ്മിലൊരു നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വി കോൾ ദം ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ട്. ബട്ട് ദിസ് സ്ട്രക്ചർ ഹാസ് സോ മെനി anomalies. Okay, anomalies, drawbacks were there, so that this model is not an accepted model. Okay, what was this anomalies, or what is the defects of or drawbacks of this Rutherford model of atom? So according to Rutherford, all the particles are negatively charged particles are revolving around the nucleus. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുമ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്യാറുണ്ട്. സോ എനി പാർട്ടിക്കിൾ ഇൻ എ സർക്കുലർ ഓർബിറ്റ് would undergo acceleration, and during acceleration the charged particle would radiate energy. അതായത് ചാർജുള്ള പാർട്ടിക്കിൾസ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് റേഡിയേറ്റ് അത് എനർജി ലൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുറത്ത് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പുറത്ത് വിടുന്ന, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തിരിക്കുകയാണ് ഒരു ന്യൂക്ലിയസിന് ചുറ്റും. അപ്പോൾ അങ്ങനെ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ ദേ ആക്സിലറേറ്റ് എനർജി, അല്ലെങ്കിൽ അത് എനർജി ഇങ്ങനെ വെളിയിലോട്ട് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺസ് വെൻ ഇറ്റ്സ് മൂവ് ഇൻ എ സർക്കുലർ പാത്ത്, ആസ് ഇറ്റ് മൂവ്സ് വെൻ ഇറ്റ് റേഡിയേറ്റ് എനർജി, it lose energy and come closer and closer to the nucleus and lastly fall into the nucleus. ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കുറഞ്ഞ് അവസാനം വന്ന് ഇങ്ങോട്ട് വീഴും, സെൻട്രൽ ന്യൂക്ലിയസിലോട്ട് വീഴും. ഇതാണ് ഒരു ഡ്രോബാക്കായിട്ട് മറ്റുള്ള സയൻറ്റിസ്റ്റുകൾ പറഞ്ഞത്. സോ ദ മേജർ ഡ്രോബാക്ക് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ഈസ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി. ഇതിനൊരു സ്റ്റേബിൾനെസ് ഇല്ല. ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് അവസാനം വന്ന് സെൻട്രലിൽ വീഴാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് റൂദർഫോർഡിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മറ്റുള്ള സയൻറ്റിസ്റ്റ് അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്തു. ഓക്കെ, സോ ദേ എക്സ്പ്ലെയിൻ ദിസ് വിത്ത് അനദർ സയൻറ്റിസ്റ്റ് എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ അനദർ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, മാക്സ്വെൽ എന്ന് പറയുന്നത്. മാക്സ്വെൽസിൻ്റെ തിയറിയാണ് ഏതൊരു ചാർജ്ഡ് പാർട്ടിക്കിൾസും ഒരു സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ സർക്കുലർ പാത്തിൽ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ റേഡിയേറ്റ് എനർജി. അപ്പോൾ ആ ഒരു തിയറി ഇവിടെ കൊണ്ടുവന്നപ്പോൾ റൂദർഫോർഡ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വെദർ ഇറ്റ് ലൂസസ് എനർജി ഓർ നോട്ട്. അത് എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. ദാറ്റ് വാസ് ഹിസ് മേജർ ഡ്രോബാക്ക് ഓഫ് Rutherford model of atom. So the revolving electron would lose energy and fall into the nucleus, and the atom would be unstable. So he could not explain the stability of the atom. So according to Maxwell's radiation theory, every charged particles radiate energy when they move in a circular path. So when the scientists were matched with this Maxwell's theory, Rutherford could not explain the correct explanation of whether this could happen, whether these atoms have a stability, whether these electrons are stable in his structure. So that was the major defects of Rutherford, and this is not an accepted structure. അങ്ങനെ ഈ സ്ട്രക്ചർ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്ട്രക്ചറിൽ ഒരു മേജർ ഒരു
കുറേ സയൻറ്റിസ്റ്റുകൾ ചെയ്തതിൽ ഏറ്റവും മേജറായിട്ട് കണ്ടത് ഈ ഒരു റൂദർഫോർഡ് മോഡലാണ്. ഇതിനെ തുടർന്നാണ് പല സയൻറ്റിസ്റ്റുകളിലും പുതിയ സ്ട്രക്ചർ നിർമ്മിക്കുകയും അത് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തത്. Okay, so this was the major drawbacks of Rutherford. He could not explain the correct stability of the atom. So, hope you understood this structure. This is very important. Observation. What is the experiment of Rutherford? The observation he made. What are the reasons or conclusion? And what was his model? What would be the structure? And the major drawback of Rutherford model of atom. So, read the textbook, that much portion, then you will understand more about this. Okay, thank you.